അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് റിയാദിലാണ്. ഞാൻ ഇന്നലെ റിയാദിൽ ബത്തേൽ പോയ സമയത്ത് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയിരുന്നു. റീഎൻട്രി അടിച്ചു, ടിക്കറ്റൊക്കെ എടുത്ത് എയർപോർട്ടിൽ പോയി. എമിഗ്രേഷനിൽ പോയി ഫിംഗർ വെച്ചപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് തിരിച്ചയച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന വിസയിലുള്ള ഇക്കാമയിൽ ജയിൻ്റെ വൈഫൈൻ്റെ വിഷയം അടക്കാണ്ടായിരുന്നു. അവിടെ റിട്ടേണാക്കി. 2-3 പ്രാവശ്യം ഈ വീഡിയോ പറഞ്ഞതാണ്. നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാത്ത വലിയൊരു വിഷയത്തിലുണ്ട്. നമ്മൾ നാട്ടിലേക്ക് പോണ സമയത്ത് എക്സിറ്റോ റീഎൻട്രി അടിച്ച് പോണ സമയത്ത് നിങ്ങൾ ഈ 100 റിയാൽ കൊടുക്കാനുള്ള എസ്റ്റിസിൻ്റെ പേയ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തായാലും ശരി അത് അടച്ച് ക്ലിയർ ചെയ്യുക. എന്നതിന് ശേഷം നാട്ടിൽ പോവുക. എന്നിട്ട് വേറെ വിസയ്ക്ക് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അത് അടക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ അന്നത്തെ ഇക്കാമയിൽ കേസായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പുതിയ വിസയ്ക്ക് വന്ന് ഇവിടുന്ന് ഇക്കാമൊക്കെ എടുത്ത് റെഡിയായി നിങ്ങൾക്ക് നാട്ടിലേക്ക് റീഎൻട്രിക്കോ അടിച്ചിട്ടോ പോകുമ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എമിഗ്രേഷനിൽ തിരിച്ചയക്കും. അപ്പോൾ നിങ്ങളെടുത്ത കാശ്, ടിക്കറ്റിൻ്റെ കാശൊക്കെ നിങ്ങൾ നഷ്ടപ്പെടും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാത്തൊരു 100 റിയാലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണിതിൽ. അപ്പോൾ അവരുടെ ടിക്കറ്റിൻ്റെ കാശൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക. മുമ്പ് പറഞ്ഞതാണ്, എന്നിരുന്നാലും വീണ്ടും വീണ്ടും പറയുന്നത് എന്താ അറിയോ, ആളുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബില്ല് അടക്കാനുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അടക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബില്ല് അടക്കാനുണ്ടെങ്കിൽ കറക്റ്റ് നാട്ടിൽ റീഎൻട്രി അടിച്ച് പോവുകയാണെങ്കിലും ബില്ല് കറക്റ്റ് അടക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അടക്കാതെ നിങ്ങൾ കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ അടക്കാതിരുന്നാൽ നിങ്ങൾക്ക് അത് പിന്നെ കേസായി കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ വരാതിരിക്കാൻ പറ്റിയാൽ പുതിയ വിസയ്ക്ക് വന്നതിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ റീഎൻട്രി അടിച്ചിട്ട് എക്സിറ്റ് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ചാക്കും. റീഎൻട്രി എക്സിറ്റ് അടിക്കുന്ന യാതൊരു തടസ്സമില്ല. കാരണം പുതിയ വിസയിലേക്കാണ് നിങ്ങൾ വരുന്നത്. പുതിയ വിസയിലാണ് എക്സിറ്റ് അടിക്കുക, റീഎൻട്രി. പക്ഷേ നിങ്ങളെ കേസ് കിടക്കുന്ന പായിക്കാമേല. അപ്പോൾ അവിടെ ഫിംഗർ വെക്കുമ്പോൾ ഇത് അറിയാൻ കഴിയുള്ളൂ. അത് അതിന് മുമ്പ് അറിയാൻ കഴിയില്ല. വെറുതെ ആരുടെ പേരിലും കേസും ആവില്ല. അപ്പോൾ പിന്നെ അടക്കാനുള്ളതൊക്കെ അടച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവരും സ്നേഹം മാത്രം. ഓക്കെ, ഞാൻ സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.